ഞാനിപ്പം വെള്ളം തിളച്ചതിന് ശേഷം അരി കുക്കറിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉച്ചയ്ക്ക് അവിയലിനോ അതല്ല എങ്കിൽ എന്തിനാണേലും നമുക്ക് പച്ചക്കറി അരിഞ്ഞിട്ട് ഇതേപോലെ ഒരു ഡപ്പയ്ക്കകത്താക്കി കുക്കറിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിനകത്ത് തന്നെ കുക്കറിൻ്റെ അടപ്പിട്ടിട്ട് നമുക്ക് രാവിലത്തെ പുട്ട്, ഇപ്പോൾ ഞാൻ പുട്ടാണ് ഉണ്ടാക്കുന്നത്, അപ്പോൾ പുട്ടും മുകളിൽ വെച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഗ്യാസും ലാഭിക്കാം, വളരെ എളുപ്പത്തിൽ തന്നെ പണി എളുപ്പമാവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ തന്നെ എല്ലാ ജോലിയും നമുക്ക് തീർക്കാനും പറ്റും. അപ്പോൾ പുട്ട് ദാണ്ട വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ നമ്മൾ കുക്കറിനകത്ത് വെച്ച പച്ചക്കറി നല്ലോണം വേവണ്ടെങ്കിൽ നമ്മളൊരു വിസിലടിക്കുമ്പോഴത്തേന് തന്നെ അത് തുറന്നെടുക്കണം. അതല്ലെങ്കിൽ നല്ല വെന്ത് കിട്ടണമെങ്കിൽ നമ്മൾ 2-3 വിസിലടിച്ചിട്ട് എടുത്താൽ മതി. ഇപ്പം ഞാൻ നല്ല 2-3 അടിച്ചതിന് ശേഷമാണ് നമ്മൾ കുക്കർ തുറന്നെടുക്കുന്നത്. ഇപ്പോൾ എൻ്റെ പുട്ടൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തുകൊണ്ടേ കുക്കർ ഒന്ന് തുറന്നിട്ട് നമുക്ക് നോക്കാം. ഇപ്പം എന്താണ്ട് എൻ്റെ പച്ചക്കറി നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ അവിയലിനാണിത്. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ തന്നെ ജോലി ഒതുക്കുക. ഇനി അരപ്പിട്ട് എടുത്താൽ മതി. ഇപ്പോൾ ചോറും വെന്ത് കിട്ടിയിട്ടുണ്ട്, പുട്ടും റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ കറി അടുപ്പത്ത് വെച്ച് ഹൈ ഫ്ലെയിമിലിട്ടാണല്ലോ കറി വയ്ക്കുന്നത്. അപ്പോൾ അതൊന്ന് തിളച്ചതിന് ശേഷം നമ്മൾ ലോ ഫ്ലെയിമിലാക്കി കൊടുക്കുക. പിന്നെ ചെറിയ തീയിൽ കിടന്ന് വേണം വെന്ത് കിട്ടാൻ. അപ്പം നമുക്ക് ഗ്യാസും വളരെ ലാഭമാകും. കാരണം തിളച്ചതിന് ശേഷം പിന്നെ കൂട്ടിയിട്ടിട്ടും കാര്യമില്ല. അപ്പം ഈ രീതിയിൽ ഇങ്ങനെ എല്ലാം ചെയ്ത് നോക്കിയാൽ നമുക്ക് ഗ്യാസ് വളരെ ലാഭിക്കാൻ പറ്റും. ഇനിയിപ്പോൾ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ കരിമീൻ, നെമ്മീൻ ഒക്കെ നമ്മൾ പൊരിക്കാൻ നേരം നമ്മൾ ഇതേപോലെ മസാല ചെയ്ത് നോക്കിയാൽ നല്ല ടേസ്റ്റായിരിക്കും. ഇതിപ്പം ഞാൻ കാശ്മീരി പൊടിയും എരിവുള്ള നല്ല മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ നിങ്ങളതിൽ ഏത് മുളക് പൊടിയാണോ അതിട്ട് കൊടുക്കാം. ഇനി അതിനകത്തോട്ട് മഞ്ഞൾപ്പൊടി, പെരിഞ്ജീരകപ്പൊടി, പിന്നെ കുറച്ച് മല്ലിപ്പൊടി, പിന്നെ കുരുമുളക് പൊടി, വെളിച്ചെണ്ണ, ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ സ്വല്പം വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിനകത്ത് ഒരു തുള്ളി പോലും ഞാൻ വെള്ളം ചേർക്കുന്നില്ല. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് അതൊന്ന് നമുക്കൊന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് ഇങ്ങനെ തേച്ച് പൊരിക്കുമ്പം തന്നെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോഴാണ് ഞാൻ വിനാഗിരി ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ അതിന് ചെറിയൊരു പുളിപ്പും മീനാകുമ്പോഴത്തേന് വേണമല്ലോ. അപ്പോൾ ഈ ഒരു മസാലയിൽ നിങ്ങൾ പുരട്ടി വെച്ച് അരമണിക്കൂർ ഒന്ന് വെച്ച് നോക്കണം. വെച്ചതിന് ശേഷം മാത്രമേ ഫ്രൈ ചെയ്തെടുക്കാവുള്ളൂ. അപ്പോൾ നാണ്ടെ മൊത്തവും അരപ്പ് പുരട്ടിയിട്ട് നമുക്ക് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. അതിനുശേഷം കുറേശ്ശെ എണ്ണ ഒഴിച്ച് പൊരിച്ചെടുത്താൽ മതി. ഒന്നിച്ച് പൊരിച്ചെടുക്കാൻ നോക്കരുത്. കാരണം ഒന്നിച്ച് എണ്ണ ഒഴിച്ച് പൊരിച്ചെടുക്കുമ്പോഴത്തേനും ഒരുപാട് എണ്ണ വേസ്റ്റായി പോകും, ബാക്കി വരുന്ന എണ്ണ. ഇതാകുമ്പോൾ 2 ട്രിപ്പായിട്ട് പൊരിച്ചെടുത്താൽ നമുക്ക് എണ്ണ കുറച്ച് ഒഴിച്ച് കൊടുത്താൽ മതി. എണ്ണ ചൂടായതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ആദ്യത്തെ ട്രിപ്പ് പൊരിച്ചെടുത്തതിന് ശേഷം ആ എണ്ണയിൽ തന്നെ രണ്ടാമത് ഇട്ട് കൊടുക്കുക. അപ്പോൾ എണ്ണ വേസ്റ്റ് ആകാൻ കിട്ടുകയും ചെയ്യും.